നമുക്കൊരു ട്രിപ്പ് പോയാലോ? എടാ തായ്ലൻഡിൽ പോവാ. എനിക്ക് തോന്നുന്നത് അവളൊരു മലയാളിയാണെന്നാണ്. നമുക്കിറങ്ങി തപ്പിയാലോ? ഇത്രയും വലിയ നഗരത്തില് അവൾ എവിടെ ചെന്ന് കണ്ടുപിടിക്കാനാണ്? നമ്മളിവിടെ ട്രിപ്പ് വന്നല്ലേ, പുള്ളിക്കാരി അങ്ങനെ തന്നെ വന്നായിരിക്കും. നമുക്ക് എവിടെയെങ്കിലൊക്കെ വെച്ച് പുള്ളിക്കാരൻ കാണാൻ പറ്റുമായിരിക്കും. ഓ, മലയാളിയാണല്ലേ? അയാളും നിങ്ങളെ കൂട്ടത്തിലുള്ളതല്ലേ? എന്നിട്ടെന്താ അയാൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? ഹായ്, അനാമിക. വൈബ് ഇരിക്കി. എടാ നീ എന്തിനാ ട്രോമയിലാന്ന് പറയാൻ പോയേ? മോശമായി പോയോ? മോശമായി പോയി, വളരെ മോശമായി പോയി. അങ്ങനെ പറയാൻ പാടില്ലായിരുന്നല്ലേ. എടാ ഇതിപ്പോ അവൾക്ക് അവനോട് സിമ്പതി ആയില്ലേ? ഇനി അവര് തമ്മിൽ ലവ് ആയാ? ഞാൻ ട്രോമയിലാണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അവരും തൻ്റെ കൂടെ വന്നതല്ലേ? അതെ, പിന്നെന്താ അവരുടെ കൂടെ അങ്ങോട്ട് കണ്ടില്ല? ഞാൻ ചുമ്മാ ഫോണിൽ ഓരോന്ന് നോക്കിയിരിക്കായിരുന്നു. അതോ അവർ പറഞ്ഞ പോലെ ബ്രേക്കപ്പിന്റെ ട്രോമയോ? കള്ളപ്പട്ടികള്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇനിയിപ്പോ എന്ത് ചെയ്യാൻ? വയൽ വരട്ട് വിട്ടിരിക്കാം. എന്താ അവർ നുണ പറഞ്ഞതാ? ഒരു ബ്രേക്കപ്പ് ഉണ്ടായി എന്നുള്ളതൊക്കെ ശരിയാണ്, പക്ഷെ ട്രോമയിലായിട്ടൊന്നുമില്ല. ഇവിടെ ഒന്ന് കൊണയടിക്കുന്നത് വാടാ അങ്ങോട്ട്. അവന്റെ ട്രോമ ഓക്കെ, അങ്ങനെ കാണിച്ചു തരാം. പിന്നെന്താ ഇരിക്കല്ലോ. എടി ഇത് എനിക്ക് ഫീലാ. എടാ, വേറെ നീ ആ കസേര പോയി എടുക്കും. ഇത് എൻ്റെ കസേര. ഞാനിരുന്ന് നാണം കെടുത്തല്ല. തെണ്ടുകൾ പറ, എന്തൊക്കെയുണ്ട് വിശേഷം? റൂമിലോട്ട് അവിടെ തേണ്ടി. ഓക്കെ ഗൈസ്, യു ഗൈസ് ആർ സോ ഫൺ. എൻ്റെ ലൈഫിൽ ഞാൻ അത്ര ചിരിച്ചിട്ടില്ല. കുറച്ച് തമാശ മാത്രമേ ഞാൻ താങ്ക്സ് ഫോർ ദ എടുത്തുള്ളൂ. ഡിന്നർ, വേറെ ബട്ട് ഐ ഷുഡ് ലീവ് നൗ. മറ്റന്നാൾ എൻ്റെ ഫ്ലൈറ്റ്. ഓ, സോ യാ, സീ യു ഗൈസ്, ബൈ. അനാമിക ആ വാടാ. മറ്റന്നാളല്ലേ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞേ? അതെ, നാളെ എന്താ പരിപാടി? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്തേ? നാളെ ഫ്രീ ആണെങ്കിൽ നമ്മളുടെ ഔട്ടിങ്ങിന് വരുന്നോ? അല്ല, ഫ്രീ ആണെങ്കിൽ മതി കേട്ടോ. ഓക്കെ, എന്നാ നാളെ ഓൾഡ് സ്ട്രീറ്റ് ടൗണിൽ വെച്ച് കാണാം. നമുക്ക് അവിടുത്തെ വാക്വേയിൽ കൂടാം. ഓക്കെ, എങ്കിൽ ഞാൻ പോക്കോട്ടെ. ഓക്കെ, ഞാൻ പറഞ്ഞോ. വേണ്ട, Okay, bye, വേണ്ടല്ലേ. bye. ടാറ്റാ. അവൾ ഇന്നലെ ഞാൻ വരുമോ എന്ന് ചോദിച്ചപ്പോ ഇല്ലേ, അവള് വരാന്ന് പറഞ്ഞ എന്തെന്നറിയോ? എന്താ? ഞാനുള്ളത് കൊണ്ട്. അയ്യ്. ഞാൻ ആലോചിക്കായിരുന്നു, ഞാനും അവളെ കൊണ്ട് ഒരു 10 സെന്റ് മേടിച്ച് ഒരു മസാജ് സെന്റർ തുടങ്ങി ഒരു വീടൊക്കെ വെച്ച് വ്യാപിച്ചാലോ? അത് കഴിഞ്ഞ് ഫുള്ള് കടത്തിലായി. എന്നിട്ട് രണ്ടുപേര് തെരുവിലിറങ്ങി തെണ്ടി. ഞാൻ ഓൾറെഡി കുറെ സ്വപ്നങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. എന്ത് സ്വപ്നം? അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഞാനിപ്പോൾ പറയാനുള്ള. എടാ, അവളിപ്പോ വരും, പ്രിപ്പയർ ആയി നില്ല്. വരട്ടെ. ഹായ്,
ഇത് അവളെന്നാ എപ്പ എത്തി? ഹായ് ഹലോ. വേറെ കൈ കൊടുക്കല്ലേ? ഓക്കേ. എന്താ ലേറ്റ് ആയി? ലേറ്റ് ആയോ ഞാൻ? നിങ്ങളൊക്കെ എപ്പ എത്തി? നൈസ് ഡ്രസ്. താങ്ക് യു. എന്താ പ്ലാൻ? പ്ലാൻ നമുക്ക് എൻ്റെ കൂടെ വന്നാൽ നമുക്ക് പറഞ്ഞുതരാം. നല്ല ഞാൻ പണ്ടി കിടക്കാം. വഴി തൊടാമൊരേ മനമായി ഒരേ ഉടൽ ചിറകാൽ മേഘവാനിലുയരേ നാം തളിർവെയിൽ മലരെ ഉയിർ കനൽ തരിയായി പകർന്നിടാം കുളിരിൽ അനുരാഗ താരമിഴി കാണാം കടൽ പോലെ നാം തിരയായി കരതിരയുന്നേ മണൽ മേലാകെ പലരാവുകൾ കൊഴിയുന്നേ കടലാഴങ്ങൾ തിരയാം ജലകണമാകെ ഇണമീനായി നാം ഒഴുകാമീ തിരയാകെ ചായങ്ങൾ മെല്ലെ പടർന്നിടഞ്ഞിടും മായങ്ങൾ കണ്ണിൻ നീരുൾ കവർന്നിടും നീൻ ചിറകൾ തെളിഞ്ഞുണർന്നിടും നാം ഏതോ ലോകം ചേർന്നിടും അറിയാതെ ഇത് വെച്ചറിയടാ. ഇവരെപ്പോഴും ഇങ്ങനെയാണോ? എപ്പോഴും ഇങ്ങനെയൊന്നുമല്ല, പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം ഒരു ടോം ആൻഡ് ജെറി പാറ്റേണിലാവന്മാര്. എന്തിനാടാ എന്നെ ഓടിക്കണേ? യു ഗൈസ് ആർ സോ ലക്കി. നിങ്ങളുടെ ഈ കളിയും ചിരിയും ഈ ഫ്രീഡം ഒക്കെ കാണുമ്പോൾ ശരിക്കും അസൂയ തോന്നാ. തൻ്റെ സ്റ്റോറി കേട്ടിട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതെന്താ? അല്ല, ഈ കാലത്തിലും ഇങ്ങനെ ജെന്യുവൻ ആയിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാൾ ചിലർ ലുക്സ് കണ്ട ഇഷ്ടപ്പെടുന്നത്, ചിലർ കാശ് കണ്ടിട്ട്. അങ്ങനെ വരുന്നവർ ലുക്സ് കണ്ട് മടുക്കുമ്പോൾ അല്ലെങ്കിൽ കയ്യിൽ കാശ് കയറുമ്പോൾ നൈസിലിട്ടേച്ച് പോവും. ഇയാളിത് രണ്ടും അല്ലാതെ ഒരു പ്യോർ ലവ് സെറ്റപ്പ് ആണല്ലോ. സമ്മതിക്കണം. ഈ പണം, സൗന്ദര്യം അതൊക്കെ ഇല്ലാണ്ടാവാൻ അതിന് മാത്രം സമയം വേണം. അപ്പം അതിലൊന്നുമല്ല കാര്യം. ഒരാളെ മനസ്സിലാക്കുക, അയാളെ ഇഷ്ടപ്പെടുക എന്നൊക്കെ പറയണത് രസമുള്ളൊരു കാര്യം. പക്ഷേ പലപ്പോഴും ഒന്നും തിരിച്ച് കിട്ടിക്കൊള്ളണമെന്നില്ല. അതെ. പിന്നെ താനിങ്ങനെ അല്ല എന്നുള്ള എനിക്ക് മനസ്സിലായ കാര്യം. തനിക്കൊരു കഥ ഉണ്ട് എന്നുള്ളതും എനിക്ക് മനസ്സിലായി. തനിക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ പറ, ആസ് ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ. നമുക്കൊന്ന് നടന്നാലോ? ആവാം. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ഈ ഫ്രീഡം, ഫ്രണ്ട്ഷിപ്പ്, ഹാപ്പിനെസ് ഇതെല്ലാം കണ്ട് എനിക്ക് അസൂയ തോന്നുക. സത്യത്തിൽ ഞാൻ ഇതൊന്നും മുന്നേ അനുഭവിച്ചിട്ടില്ലടോ. അതെന്താ? വീട്ടുകാർ ഭയങ്കര ഓർത്തഡോക്സാ. അവരെ ആഴ്ചപ്പാടിൽ പെൺകുട്ടികളെപ്പോഴും തളച്ചിടേണ്ട ഒരു ജീവിയാണ്. തനിക്കറിയോ, എൻ്റെ അമ്മ വളരെ എഡ്യൂക്കേറ്റഡാ. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം? കല്യാണം കഴിഞ്ഞാൽ വീട്ടിലേക്ക് കയറി ചെന്ന് പിന്നെ പുറം ലോകം എന്താണെന്ന് ആ പാവം കണ്ടിട്ടില്ല. അറിവ് വെച്ച കാലം തൊട്ട് അമ്മ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോ ഇല്ലെങ്കിൽ അമ്മയുടെ ഗതിയാവുന്നു. ഈ കാലത്ത് ഇങ്ങനത്തെ ആൾക്കാരുണ്ടോ? അറിയില്ല, പക്ഷെ എൻ്റെ വീട്ടുകാരങ്ങനെയാ. എന്നൊരു സമയം കഴിഞ്ഞപ്പോൾ
പഠിക്കാൻ പോലും വിടത്തില്ലായിരുന്നു. പിന്നെ അമ്മയുടെ പിടിവാശിയായിരുന്നു വിട്ടത്. പാവം, അതിനും ഒരേ അനുഭവിച്ച അമ്മ. എൻ്റെ പഠിത്തമെല്ലാം സ്കോളർഷിപ്പ് വഴിയാണ് നടന്നത്. പിന്നെ മാസ്റ്റേഴ്സ് കഴിഞ്ഞപ്പോൾ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി പ്ലേസ്മെൻറ്റും കിട്ടി. പിന്നെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടില്ല. ഇടയ്ക്ക് ഓരോ വെക്കേഷൻ എടുത്ത് ഇതുപോലെ ഓരോ കൺട്രീസ് വിസിറ്റ് ചെയ്യും. വെക്കേഷൻ കഴിയുമ്പോൾ തിരിച്ച് ജോബിന് ജോയിൻ ചെയ്യും. ചിലപ്പോഴൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈ സ്ത്രീ സ്വാതന്ത്ര്യമൊക്കെ അർഹതപ്പെട്ടവർക്ക് കിട്ടാറില്ലെന്ന്. പക്ഷെ എന്നാലും ഈ അർഹത ഇല്ലാത്തവർക്കാണെങ്കിൽ അതൊക്കെ എല്ലാ രീതിയിലും കിട്ടിക്കൊണ്ടിരിക്കും. അല്ല, തനിക്കപ്പോൾ അമ്മേനെ കൂടെ നിർത്തിക്കൂടെ? ആ പ്ലാൻ മനസ്സിലുണ്ട്. നെക്സ്റ്റ് ഇയർ ഞാൻ പ്രൊമോട്ടാവും. അപ്പോൾ ഒരു വീടെടുത്ത് അമ്മയെ കൂടെ നിർത്താം. അമ്മ കാണാത്ത ഈ ലോകം അമ്മയെ കൂടി ഒന്ന് കാണിക്കണം. അതാ എൻ്റെ ആഗ്രഹം. തൻ്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കും. ഞാൻ പ്രാർത്ഥിക്കാം. തൻ്റെ നമ്പർ ഒന്ന് തരുമോ? ഇടയ്ക്കൊന്ന് വിളിക്കണം തോന്നിയാലോ? തൻ്റെ നമ്പർ പറ. താ. ദാ. ദേ, കോൾ ചെയ്യുന്നുണ്ട്. ഇനി എന്നാ കാണുക? ദേവന്മാരാണല്ലോ. നിങ്ങൾ ഇവിടെയൊക്കെ ആയിരുന്നോ? ഞങ്ങൾ എവിടെയൊക്കെ നോക്കി. അയ്യോ, ഇവക്ക് നാളെ പോണെന്നാ പറയുന്നത്. പോവാണോ? എനിക്ക് നാളത്തേക്കുള്ള കുറച്ച് പാക്കിംഗ് ഒക്കെ ഉണ്ട്. പോയി കഴിഞ്ഞാ പിന്നെ നമ്മൾ ഓർക്കോ? എൻ്റെ ലൈഫിലെ വൺ ഓഫ് ദി ഹാപ്പിയസ്റ്റ് ഡേ ആയിരുന്നത്. ഇതിന് ഞാൻ നിങ്ങൾക്ക് എങ്ങനെ താങ്ക്സ് പറയുന്നത് എനിക്കറിയില്ല. താങ്ക്സ് ഒന്നും വേണ്ട, ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഓർത്താൽ മതി. അതെ. അതിന് വലിയ കാര്യം. ഓക്കെ, ബൈ. ഓക്കേ. ഓക്കേ. ബൈ. ബൈ വൈബ്. ബൈ. ബൈ. ഓക്കേ, ബൈ. നീ എന്തീ കാണിക്കണ്? എടാ, എൻ്റെ നീല ഷഡ്ഡി ഉണ്ടോ? ഓർമ്മയിടാത്തുണ്ടായത് അത്. നിന്റെ ഷഡ് എടുക്കലാണല്ലോ എൻ്റെ പണി. എടാ, അതിലുണ്ടോ നോക്കി. എൻ്റെ പൊന്നളി, എന്താണ് പ്രശ്നം? എന്നാലും ഇത് എവിടെ പോയി? നിന്റെ തോളി കിടക്കുന്ന പിന്നെന്താ? മിസ് യു വൈബ. മിസ് യു ടു. മിസ് യു ടു.